എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മനുമാമൻ്റെ സ്വരമല്ലട്ടോ കേൾക്കുന്നത്, ഇത് രശ്മിയുടെ സ്വരമാണ്. മനുമാമൻ അറിയാൻ മേലാത്ത പണികളൊന്നുമില്ല നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ. വിജയച്ചൻ്റെ ബാത്റൂമിലെ ക്ലോസറ്റ് മാറിയതിൻ്റെ ഇവിടെ ഇരുന്നതാണ്. ഞാൻ അതിൻ്റെ അടപ്പ് അങ്ങ് ഊരിയെടുത്തു. ആ അടപ്പ് ഊരിയെടുത്തു. ഇതാണ് സംഭവം, കണ്ടല്ലോ. ഈ അടപ്പ് ഞാൻ ഊരിയെടുത്തപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ അതിനകത്ത് കയറിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. എന്താണേലും സംഭവം കണ്ടത് കറക്റ്റായിരുന്നു. ഇതിൻ്റെ അടപ്പെല്ലാം ഊരി പൊട്ടിച്ച് ഇവിടെ മാറ്റിയിട്ട് മിക്സ് ചെയ്ത് എന്തോ ചെയ്തേക്കുന്നതാണ് സംഭവം. മാറി എൻ്റെ മറ്റതിൻ്റെ പഴയ അടപ്പെല്ലാം ഇവിടെ കിടപ്പുണ്ട്, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞെല്ലാം പോയതാ. അപ്പം ഞാൻ താണ്ട് ഈ സംഭവം ഞാൻ ഊരി എടുത്തു കണ്ടോ, മറ്റേ അതൊന്ന് കഴുകി എടുത്തുകൊണ്ടോ, അടിപൊളി ഈ സംഭവം ഞാൻ ഇനിയിപ്പോൾ താണ്ട് അതിലേക്ക് ഫിറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാം. പിന്നെ അതിനകത്ത് വെള്ളം പോകാനും പാടുണ്ട്, ഫ്ലഷ് കറക്റ്റല്ല, അത് അഴിച്ച് സർവീസ് ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്തോളാം, പണിയെല്ലാം നമുക്കറിയാം. ഇതാണ് സംഭവം കണ്ടോ. അപ്പോൾ പറഞ്ഞത് നന്നായി കേട്ടാ. ഇതിപ്പോൾ ഞാനിപ്പോൾ തന്നെ റെഡിയാക്കിയിട്ട് ഞാൻ കാണിക്കാവേ. ഇതിന് സൂട്ടായിരിക്കണം, അളവൊക്കെ ശരിയാന്ന് തോന്നുന്നു. ഞാൻ എന്താണെന്നൊന്ന് നോക്കട്ടെ. പിന്നെ ഇത് ഫ്ലഷിങ് നടക്കുന്നില്ല, ഇത് കംപ്ലൈൻ്റ് ആണ്. ഇത് അഴിച്ച് ഞാൻ ക്ലീൻ ചെയ്യണം, ഇപ്പോൾ സമയമില്ല, അത് ഞാൻ പിന്നെ ചെയ്യാം. ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് കണ്ടോ, ഇതിപ്പോ ഓൾറെഡി നമുക്ക് മേടിക്കാൻ പോകാനാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. പിന്നെ അതിന്റെ ഫിറ്ററിന്റെ ഫിറ്റിംഗ് ചാർജും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകും. അവർ പറയുന്നതാണ് പൈസ. ഇതിപ്പോ ഞാൻ തന്നെ അപ്പുറത്ത് പോയപ്പോൾ വിജയച്ചന്റെ അവിടെ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഒരു ക്ലോസറ്റ് മാറി വെച്ചായിരുന്നല്ലോ. അപ്പൊ അത് കളയാതെ അവിടെ ഇരുന്നുകൊണ്ട് നമുക്കത് ഉപകാരപ്പെട്ടെ. ഞാൻ അതിനകത്ത് നമ്മുടെ ഈ സെറ്റിങ്സ് ഊരിയെടുത്തു കണ്ടോ. അത് ഊരിയെടുത്തിട്ട് ഞാൻ അപ്പോൾ അത് ബാക്കി പോയതാണല്ലോ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് തേണ്ട ഇതേൽ കൊണ്ട് ഫിറ്റ് ചെയ്തു കണ്ടോ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ ഇത് അടിപൊളിയായി കണ്ടോ. സൂപ്പർ, നോക്ക് കൊള്ളാമോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ, ഇത്രയുള്ള പരിപാടിയൊക്കെ. അതായത് റിപ്പയറിംഗ് ആണ് പ്രാധാന്യം, റീപ്ലേസ് അല്ല, റിപ്പയറിംഗ് ചെയ്തെടുക്കുന്ന പല സംഭവങ്ങളും നിസ്സാര പൈസയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് 10 പൈസ മുടക്കില്ല, ഫിറ്റിംഗ് ചാർജും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ഭംഗിയാക്കി തരില്ലായിരുന്നോ? ഇതിന്റെ സർവീസിംഗ് എല്ലാം ഞാൻ ചെയ്യും. ഇത് അഴിച്ചു മൊത്തം ക്ലീൻ ചെയ്താൽ വെള്ളമൊക്കെ നന്നായിട്ട് എടുക്കും, ഫ്ലഷ് ചെയ്ത് കളയും, ഒക്കെ ചെയ്യും. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. ഇതുപോലെ പല വീടുകളിലും ഇതുപോലെ എളുപ്പത്തിൽ എല്ലാവരും പെട്ടെന്ന് അത് മാറി ആക്രിക്ക് കൊടുക്കും, ആക്രിക്കാരത് വിറ്റ് കാശാക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പണിക്കാരെ കിട്ടാൻ പാടില്ല. റിപ്പയറിംഗ് എന്ന് പറയുന്നവരെ സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓടി വന്ന് വെച്ച് പുതിയത് മാറ്റി വെക്കും, അത് ആക്രിയിലേക്ക് എടുത്തിടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആക്രിയിലതിന് വേണമെങ്കിൽ അത് ജീവൻ വെക്കും. ഇവിടെയും പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഞാൻ ജീവിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി.